പെരിന്തൽമണ്ണയിലെയും മങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്ക് കാലങ്ങളായി യാത്രക്കാരെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ താൽക്കാലിക ആശ്വാസമാകുന്ന ഒരു പദ്ധതി ഇവിടെ ഈ ചാത്തനല്ലൂർ അണ്ടർപാസ്, അതിനുവേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി 50 ലക്ഷം, പിന്നെ LDF സർക്കാരിൻ്റെ ബജറ്റിൽ 3 കോടിയൊക്കെ അനുവദിച്ചിട്ടുണ്ട്. റെയിൽവേയുടെ അനുമതിയും കിട്ടിയിട്ടുണ്ട്. ഇനി PWയുടെ ഭാഗത്തു നിന്നുള്ള അനുമതി വേണമെന്നാണ് അറിയുന്നത്. മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഷിഹാബ്. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചാണ്. ഷിഹാബ്, ഇപ്പോൾ എല്ലാ കാര്യം നാട്ടുകാർ തന്നെ പറഞ്ഞത് ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഏകദേശം എല്ലാം ഫണ്ടായി, റെയിൽവേയുടെ NOC കിട്ടി. ഇനിയിപ്പോൾ എന്താണ് തടസ്സമെന്ന് നാട്ടുകാർ ചോദിക്കുന്നത്. കാരണം ഇന്നും ഈ അങ്ങാടിപ്പുറത്തെ ബ്ലോക്കിൽ മണിക്കൂറുകളോളം കെട്ടിക്കിടക്കുന്ന യാത്രക്കാരുണ്ട്. അവർ വിഷമം പറയുന്ന ആളുകളുണ്ടായിരുന്നു. താങ്കളുടെ അഭിപ്രായം, ഇത് ഇനി എന്താണ് ഇതിന്റെ തടസ്സം? എന്താണ് താങ്കൾ അറിഞ്ഞ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? നിലവില് നമുക്ക് പഞ്ചായത്തിന്റെ 50 ലക്ഷം രൂപ, അതുപോലെ MLAയുടെ ഫണ്ടൊക്കെ മുൻകാലങ്ങളിൽ കരുതിയ ഫണ്ടുകൾ ഉണ്ടായിരുന്നു. അത് ബജറ്റിൽ 3 കോടി രൂപയുടെ വെച്ചതോടുകൂടി നമുക്ക് ഏകദേശം അല്ല, മൊത്തത്തിലുള്ള ഫണ്ടായിട്ടുണ്ട്. റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. റെയിൽവേ ഉദ്യോഗസ്ഥരെ നമ്മൾ ഇതിലടിയിലും പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അനുമതി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് PWDയുടെ ഒരു അനുമതി കൂടി കിട്ടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് MLA ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം PWD മന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ യാത്രാ ദുരിതം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഈ അടുത്ത കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഇത് പഞ്ചായത്ത് റോഡാണ്. അപ്പോൾ നാട്ടിൽ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, ഈ റോഡിൽ PWDയുടെ അനുമതി എന്തുകൊണ്ടാണ് വേണ്ടി വരുന്നത് ചോദ്യമുണ്ട്. അത് പൊതുമരാമത്തിന്റെ അനുമതി എന്തുകൊണ്ടാണ് വരാൻ പോകുന്നത് എന്ന ഒരു ചോദ്യത്തിന് നമുക്ക് കറക്റ്റ് ഒരു മറുപടി എനിക്കത് പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ 20 ലക്ഷത്തിന്റെയോ അല്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ മുകളിലേക്കുള്ള ഫണ്ടുകൾ സാധാരണ കൊടുക്കുമ്പോൾ അത് പഞ്ചായത്തിനോ അല്ലെങ്കിൽ പിന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് അതിന് അനുമതി കൊടുക്കാൻ സാധിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. സ്വാഭാവികമായിട്ടൊരു 50 ലക്ഷം പഞ്ചായത്ത് വെച്ചപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോർഡിനേഷൻ കമ്മിറ്റിക്ക് അയച്ചതാണ്. ഒരു 50 ലക്ഷത്തിന് അനുമതി കിട്ടാൻ നമ്മൾ ഏകദേശം ഒരു 1.5 വർഷത്തോളം നമ്മൾ സമയം എടുത്തിട്ടുണ്ട്. അത്രമാത്രം ഈ ഒരു ഭരണസമിതി സമയം എടുക്കൂല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം നമുക്കറിയാം, നമുക്ക് ഈ വിഷയമായി അടുത്തറിയുന്ന ആളുകളാണ് ഇന്ന് നമ്മുടെ മിക്ക ഭരണാധികാരികളും. അപ്പോൾ അവർ വ്യക്തമായ ഇടപെടൽ ഉണ്ടാകും. അങ്ങാടിപ്പുറത്തെ യാത്രാ ദുരിതവും ഈ പ്രദേശത്തിന്റെ യാത്രാ ദുരിതവും തീർച്ചയായിട്ടും പറഞ്ഞു വെക്കാൻ വരുന്നത്, ഇപ്പോൾ അങ്ങാടിപ്പുറം ഒരിടമല മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് 10 കോടി അനുവദിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ കുറെ കാലങ്ങൾ എടുക്കുമെന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. 10 കോടി കൊണ്ട് താൽക്കാലികമായി പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം. അത് നേരത്തെ VS ശശികുമാർ MLA ആയിരിക്കുമ്പോഴും ഉണ്ടായിരുന്നു. ഇതും എന്തായാലും 10, 350, 400 കോടി വേണ്ടി വരുമെന്ന് പറയുന്നത്. അപ്പോൾ ആ പദ്ധതിക്ക് നീണ്ടുപോയേക്കും. ഇപ്പോൾ ഒരു 40% ചെറുവാഹനങ്ങൾ ഇതിലേ കൂടി കടന്നുപോയാൽ അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമാവും. അതൊന്ന് വേഗത്തിലാക്കാനുള്ള ശ്രമം അതാണ് ഉണ്ടാവേണ്ടത്. നാട്ടുകാരുടെ ആവശ്യം അതാണ്. അത് വേഗത്തിലാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇന്ന് നമ്മുടെ MLA എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയും വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കും. മറ്റു റോഡുകളും പാലങ്ങളൊക്കെ ആവശ്യം തന്നെയാണ്. ഇത് താൽക്കാലികമായിട്ട് നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഒരു എളുപ്പ വഴിയും കൂടി, എളുപ്പമാർഗം കൂടിയാണ്. വലിയ സാമ്പത്തിക ചെലവില്ലാത്ത രീതിയിലുള്ള ഒരു പദ്ധതി കൂടിയാണ്. മാത്രമല്ല, ഇവിടെയുള്ള നാട്ടുകാർക്ക് ഇപ്പോൾ ടൗണിലെ ആശുപത്രികളിലേക്കൊക്കെ എത്തണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി കൂടിയാണ്. നാട്ടുകാരല്ലേ, വലിയൊരു ഉപകാരമാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടേണ്ട, നിർമ്മാണം ഉടനെ തന്നെ ആരംഭിക്കേണ്ട ഒരു പദ്ധതി തന്നെയല്ലേ. പണമെല്ലാം NOC കിട്ടി. അതെ, എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ഞങ്ങൾ ഇതിന്റെ മുമ്പ് തന്നെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് MLAനെ കണ്ടിരുന്നു. പിന്നെ അന്ന് കുന്നത്ത് മുഹമ്മദിനെ കണ്ടിരുന്നു. അന്ന് അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം ഇപ്പൊ ഒന്നുമല്ല എങ്കിലും അന്ന് എല്ലാവരും പോയി കണ്ടിരുന്നു. അപ്പൊ എല്ലാവരും അതിന് അനുകൂലമായ നടപടി തന്നെയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ കഴിയുന്നതും ഞങ്ങൾ പരിശ്രമിക്കുക എന്നുള്ള തീരുമാനം തന്നെ അന്ന് പറഞ്ഞിരുന്നത്. നടപ്പിലാക്കാൻ. അതെ, നാട്ടുകാർ നിങ്ങളും പറയും ഇത് ഒരു ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. നീണ്ടുപോകുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ആശങ്ക എന്താണ്? എത്രയും പെട്ടെന്ന് അണ്ടർപാസ് പാസ്റ്റാക്കുക. 50% ബ്ലോക്ക് അതോടെ തീരും. അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോ അങ്ങാടിപ്പുറം വഴി പോയിട്ടുണ്ടാവില്ല, ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും ആ വഴി വലിയ ഗതാഗതക്കുരുക്കാണ് അങ്ങാടിപ്പുറത്ത് സാധാരണക്കാരെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശാശ്വത പരിഹാരം എന്ന നിലക്ക് നമ്മൾ ഈ അണ്ടർപാസ് ഇവിടെ വരണം എന്നാണ് ഞങ്ങളുടെ നാട്ടുകാരായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. പ്രത്യേകിച്ച് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേൽപ്പാലം, ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ നടപ്പിലാക്കുന്ന മേൽപ്പാലം, അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഈ അണ്ടർപാസ് കൊണ്ടാണ് ഈ സാധാരണ ഈ
ഈ ചുറ്റുവട്ടത്ത് 40% വണ്ടികൾ തീർച്ചയായിട്ടും 40% വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യം ഞങ്ങൾക്ക് രണ്ട് സൈഡും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു പദ്ധതിയും കൂടിയാണ് ഈ അണ്ടർപാസ്. അതുകൊണ്ട് ഇതിനുള്ള നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും എത്രയും പെട്ടെന്ന് നാട്ടുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്കത് പൂർത്തീകരിച്ചെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിനും കൂടി അഭിപ്രായം എന്താണ്? താങ്കൾക്കും ഇത് വേണ്ടേ? നാടിന്റെ ഒരു ആവശ്യമല്ലേ? താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അതിന് ഉടനായി ഇത് വരണമെന്ന അഭിപ്രായം. ഏതായാലും ഈ ചാത്തന്നൂർ അണ്ടർപാസ് ഇതിന്റെ വന്ന് ആദ്യഘട്ടത്തില് പണം അനുവദിച്ചതിനു ശേഷം MLA ഉൾപ്പെടെയിലേക്ക് വന്ന് സന്ദർശിച്ചു, സ്ഥലമൊക്കെ ബോധ്യപ്പെട്ടു. അപ്പൊ റെയിൽവേയുടെ അനുമതിയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ PWD ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ഞളാംകുഴി അലി MLA മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളൊക്കെ വിളിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. എല്ലാ പഞ്ചായത്തിലെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പോയി സന്ദർശിച്ച് മനസ്സിലാക്കി ഇനി മന്ത്രിമാരെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാനുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ 40% കാറുകൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ഈ ചാത്തന്നൂർ അണ്ടർപാസ് എത്രയും പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം. അക്കാര്യത്തിൽ PWDയുടെ ഭാഗത്തു നിന്നുള്ള എന്തോ അനുമതി കൂടി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പൂർത്തീകരിച്ചാൽ ഈ നാട്ടുകാർക്ക് ഉപകാരമാണ്, ഇതിലൂടെ പോകുന്ന വാഹനയാത്രികർക്ക് ചെറുവാഹനങ്ങൾക്ക് ഉപകാരമാണ്. ദേശീയപാതയിലെ 40% ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോയാൽ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഒരു താൽക്കാലിക ആശ്വാസം കൂടിയാകും. അപ്പോൾ ഒരടംപാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് വേണ്ടി ഇനിയും കാത്തിരിപ്പിക്ക് വേണ്ടി വരും, അതിന്റെ ഫണ്ട് വേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ പദ്ധതിക്ക് ഫണ്ടുമായിട്ടുണ്ട്, റെയിൽവേയുടെ അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ PWD എത്രയും പെട്ടെന്ന് കനിഞ്ഞ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരും ഇതിനുവേണ്ടി ഒരുപാട് ഓടി നടന്ന് പരിശ്രമിച്ച മുൻ മെമ്പർ ശ്യാബ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പോൾ MLAയുടെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു, നാട്ടുകാരും പ്രതീക്ഷിക്കുന്നു. ജബ്ബാർ വേണാട്ട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.